സൗദി അറേബ്യയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ബാങ്ക് ട്രാൻസ്ഫറുകൾ വളരെ പെട്ടെന്ന് തടഞ്ഞു. ഇത് നടന്ന് വെറും മണിക്കൂറുകൾക്കകം തന്നെ മറ്റൊരു സുപ്രധാന കാര്യം ലോകത്തെ അറിയിക്കേണ്ടായി. ഇറാനുമായിട്ടുള്ള തങ്ങളുടെ എല്ലാ സാമ്പത്തിക ബന്ധങ്ങളും പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചു എന്നതായിരുന്നു യുടെ ആ വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടായ ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ എന്താണ് യഥാർത്ഥ ബന്ധം എന്ന് പറയുന്നത്? ഇതിനെക്കുറിച്ച് റോയിട്ടേഴ്സ് പുറത്തുവിട്ട ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് എന്താണ് എന്ന് കൃത്യമായിട്ട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ റിപ്പോർട്ട് പ്രകാരം സൗദി ബാങ്കുകൾ യുഎയിലേക്കുള്ള എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. യുഎയിലെ പല വലിയ കമ്പനികൾക്കും പ്രധാന ബിസിനസ്സുകാർക്കും സൗദിയിൽ നിന്നുള്ള ഫണ്ട് കൃത്യമായിട്ട് വരുന്നില്ല എന്നാണ് അവർ റോയിട്ടേഴ്സിനോട് നേരിട്ട് പറഞ്ഞത്. പല ട്രാൻസ്ഫറുകൾക്കും ഏകദേശം 6 ആഴ്ചയിലധികം ഡിലേ ഉണ്ടായിട്ടുണ്ട്. ചില ബിസിനസ്സുകാരുടെ അക്കൗണ്ടുകളിൽ ഈ പണം ഇതുവരെ എത്തിയിട്ടുമില്ല. കോടിക്കണക്കിന് രൂപയുടെ വലിയ ഡീലുകൾ നടത്തുന്ന ആളുകൾക്കാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് നേരിട്ടിട്ടുള്ളത്. ഈ വാർത്ത പുറത്തു വന്നതോടെ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് സൗദി അറേബ്യ യുഎയിലേക്കുള്ള പണമിടപാടുകൾക്ക് ഇത്ര വലിയ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത്? ഇതിന് റോയിട്ടേഴ്സ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം ലബനാൻ, ഇറാഖ്, ദക്ഷിണ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക ഹൈ റിസ്ക് ലിസ്റ്റിലെ സൗദി അറേബ്യ ഇപ്പോൾ യുഎഇയും ഉൾപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ടെററിസം ഫൈനാൻസിങ്, അതായത് ഭീകരവാദത്തിന് പണം നൽകുക, അതേപോലെ മണി ലോണ്ടറിങ് തുടങ്ങിയ അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് സൗദി ഈ കടുത്ത നടപടി എടുത്തതെന്ന് റിപ്പോർട്ട് അവകാശപ്പെടുന്നു. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആരോപണങ്ങൾ സൗദിയിലെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾ ഒഫീഷ്യലായിട്ട് തന്നെ പൂർണ്ണമായിട്ടും നിഷേധിച്ചിട്ടുണ്ട്. പ്രത്യേക രാജ്യങ്ങൾക്കെതിരെ തങ്ങൾക്ക് അങ്ങനെ ഒരു പോളിസി നിലവിലില്ല എന്നാണ് അവർ വളരെ വ്യക്തമായിട്ട് നൽകിയ മറുപടി. തങ്ങളുടെ റെഗുലേറ്ററി നയങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല എന്നും അത് തികച്ചും പൊതുവായത് ആണ് എന്നും അവർ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആരോപണം മാത്രമാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് വാദങ്ങളും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഇതിന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കുമെന്ന് പല സാമ്പത്തിക അനലിസ്റ്റുകളും വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ദുബായ്ക്ക് മണി ലോണ്ടറിംഗ് നടത്തുന്ന ഇടം അല്ലെങ്കിൽ ഒരു ടാക്സ് ഹെവൻ എന്ന നിലകളിൽ ലോകത്ത് ഒരു പേരുണ്ട്. ഇതിനു പുറമെ യുഎഇക്കും ഇറാനും തമ്മിൽ വളരെ വലിയ സാമ്പത്തിക ബന്ധമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പരസ്യമായിട്ട് അറിയുന്ന മറ്റൊരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് അനലിസ്റ്റുകൾ ഇതിന്റെ പ്രധാന കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ സാമ്പത്തിക ലിങ്കുകൾ സൗദിയെ അലോസരപ്പെടുത്തുന്നുണ്ടാകാം. അമേരിക്ക നേരത്തെ ചില യുഎഇ സ്ഥാപനങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയ കാര്യവും ഈ വിഷയത്തിൽ റോയിട്ടേഴ്സ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അമേരിക്കയുടെ ഉപരോധം വന്ന സ്ഥാപനങ്ങൾ യുഎഇയിൽ ഉണ്ട് എന്നുള്ളത് ഈ വിഷയത്തിന്റെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യുഎഇ വിദേശകാര്യ മന്ത്രാലയം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഇറാനുമായിട്ടുള്ള എല്ലാ സാമ്പത്തിക ബന്ധങ്ങളും തങ്ങൾ പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചതായിട്ട് അവർ ആ സ്റ്റേറ്റ്മെന്റിലൂടെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു. ഒറ്റ നോട്ടത്തിൽ വളരെ പെട്ടെന്നുള്ള ഈ നീക്കത്തിന് പ്രധാനമായിട്ടും രണ്ട് വ്യാഖ്യാനങ്ങളാണ് നിലവിലുള്ളത്. ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇന്നലത്തെ അറ്റാക്ക് അടക്കം കുറച്ചു കാലമായിട്ട് ഇറാൻ യുഎഇ കപ്പലുകളെ നിരന്തരം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് യുഎഇ എടുത്ത തീരുമാനമായിട്ട് ഇതിനെ കാണാം. എന്നാൽ ഇറാൻ ഇത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ വ്യാഖ്യാനം എന്നത് സൗദിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങി യുഎഇ ഉടനെ നൽകിയ ഒരു മറുപടിയായിട്ടും ഇതിനെ മനസ്സിലാക്കാം. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള കാരണം എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പിക്ചർ കിട്ടുന്നുണ്ട്. സൗദിയുടെ ഈ നടപടിക്ക് പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട് എന്നുള്ളത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് പറയുന്നു. ഗൾഫ് സഖ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ഏത് നീക്കത്തിനും അത് ആരായാലും ശരി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് സൗദി ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്. ഈ ഒരു സാമ്പത്തിക നിയന്ത്രണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു പ്രശ്നമല്ല. കാരണം കഴിഞ്ഞ മെയ് മാസം മുതൽ ജൂൺ മാസം വരെയുള്ള സമയത്ത് തന്നെ ബ്ലൂംബെർഗ് അതുപോലെ ഫൈനാൻഷ്യൽ ടൈംസ് തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ ഇതേ ബാങ്ക് ട്രാൻസ്ഫർ പ്രശ്നം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് മുതലേ ഇതിന്റെ ചെറിയ സൂചനകൾ ബിസിനസ് ലോകത്ത് ശക്തമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ഇത്രത്തോളം എത്തുമ്പോൾ ഇത് സൗദിയും യുഎഇയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കമാണോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ബാക്കിയാകുന്നുണ്ട്. ഇത് രണ്ട് പ്രമുഖ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു പ്രശ്നമായിട്ട് മാറുമോ എന്നത് വരും ദിവസങ്ങളിൽ നടക്കുന്ന മറ്റു സംഭവങ്ങളിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാകും എന്നുള്ളതാണ്.